അനുഗ്രഹിക്കപ്പെട്ടു. ഒന്നുകൂടെ വിളിച്ചു പറയാ, പ്രകടമാകാത്ത ഏതും ചത്തതാണ്. എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് മാനിഫെസ്റ്റ് ഈസ് എസെൻഷ്യലി ഡെഡ്. ചത്തതാണ്. ഇനി ഇന്ന് രാത്രി ഒരു പോയിന്റ് പറഞ്ഞിട്ട് ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുക. അതായിരിക്കും എന്റെ വിഷയം. പ്രകടമാകാത്ത ജീവൻ ജീവനല്ല. ജീവൻ ഉള്ളിലുണ്ടെങ്കിൽ അത് വെളിപ്പെടും. സ്തോത്രം. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ, അപ്പോൾ മനസ്സിലാകും. 2 കൊരിന്ത്യർ ലേഖനം. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥന, ഇത് ഒരു വലിയ ശക്തിയുടെ പ്രവാഹമായി മാറും. 2 കൊരിന്ത്യർ ലേഖനം 4:10 വായിച്ചാട്ടെ. 2 Corinthians 4:10 മലയാളത്തിൽ മൈക്കൂടൊന്ന് വായിച്ചാട്ടെ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. ഞങ്ങളുടെ ശരീരത്തിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ജീവൻ ഉള്ളിലുണ്ടെങ്കിൽ ശരീരത്തിൽ വെളിപ്പെടും. ആരും ആമീൻ പറഞ്ഞില്ല. സ്തോത്രം. യേശുവിന്റെ ജീവൻ ഉള്ളിലുണ്ടെങ്കിൽ അത് വെളിപ്പെടും. ഇന്ന് രാത്രി ഒന്ന് ദൈവമക്കൾ ആവർത്തിച്ച് പറയാമോ? യേശുവിന്റെ ജീവൻ ഉള്ളിലുണ്ടെങ്കിൽ അത് വെളിപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. വായിച്ചാട്ടെ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അടുത്ത വാക്യം. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്. അപ്പോൾ ഓർത്തോളമേ, ജീവൻ ഉണ്ടെങ്കിൽ സ്തോത്രം. യേശുവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ വെളിപ്പെടും. അതാണ് പൗലോസ് പറഞ്ഞത്. മർത്യ ശരീരത്തിൽ, ഞങ്ങളുടെ ബോഡിക്കകത്ത് അത് വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ജീവനുള്ള ദൈവമക്കളിൽ വെളിപ്പെടുന്ന രാത്രി ആയിരിക്കും ഈ രാത്രി. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഗെറ്റ് റെഡി. സ്തോത്രം. ജീവന് 3 വാക്കുകളാണ് ഗ്രീക്കിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 വാക്കുകൾ. ഒന്നാമത്തത് സൂക്കേ എന്നാണ് പറയുന്നത്. സൂക്കേടെ നല്ല സൂക്കേ. സൂക്കേ എന്ന് പറഞ്ഞാൽ ജനിച്ചു, ജീവിച്ചു, ആഹാരം കഴിക്കുന്നു, മരിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, ഇതൊക്കെ സൂക്കേ ജീവന. സൂക്കേ ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. സൂക്കേ ഇല്ലാത്തവർ ശവപ്പറമ്പിൽ കിടപ്പുണ്ട്. സ്തോത്രം. സൂക്കയുള്ളവരൊന്ന് കാണുക, അതിൽ നിന്ന് കാണട്ടെ. സൂക്കേ ശ്വസിക്കുന്നുണ്ട് ഇല്ലയോ? സ്തോത്രം. സൂക്കേ ജീവൻ. രണ്ടാമത്തെ ജീവന്റെ പേര് ബയോസ്. അവിടെ നിന്നാണ് ബയോഗ്രഫി എന്ന വാക്ക് വന്നിരിക്കുന്നത്. ബയോസ് എന്ന ജീവന്റെ പ്രത്യേകത, ഒരാളുടെ ലൈവ്ലിഹുഡ്. പ്രധാനമായിട്ട് ഉദാഹരണമായിട്ട് യേശു ഒരു സ്ത്രീയെ നോക്കിയിട്ട് അവൾ 2 വെള്ളിക്കാശ് ഇട്ടപ്പോൾ അവൾ പറഞ്ഞു അവൾക്കുള്ളതെല്ലാം അവൾ ഇട്ടു എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് ബയോസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ ഒരു ജീവൻ ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ പേര് സോയേ ജീവൻ. സോയേ എന്ന ജീവനാണ്. സോയേ. അതിന്റെ അർത്ഥം ദൈവത്തിനുള്ള ജീവൻ. സ്തോത്രം. നിത്യജീവൻ, ആർക്കും എടുക്കാൻ പറ്റാത്ത ജീവൻ, പുത്രനുള്ള ജീവൻ. ഇന്ന് രാത്രി സോയേ ജീവൻ. ഇന്ന് രാത്രി അതിവിടെ ഉള്ള ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറക്കെ രാമയും പറഞ്ഞാട്ടെ. സ്തോത്രം. സോയേ ജീവൻ. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കണം. സോയേ ജീവൻ. ഇനി ശ്രദ്ധിച്ച് കേൾക്കണമേ. ഈ ജീവൻ ആർക്കുണ്ട്? ഈ സോയേ ജീവൻ. സൂക്കേ ജീവൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോയേ ജീവൻ ആർക്കുണ്ട് നോക്കിയാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5:26 വാക്യത്തിൽ സോയേ എന്ന വാക്കാണ് യേശു ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ 5:26. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലായിടത്തും സോയേ എന്ന വാക്കായിരിക്കും ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വായിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അതല്ല. ഇന്ന് രാത്രി ഫാദർ സൺ യേശുവിനുണ്ട്, പിതാവിനുണ്ട്, പുത്രനുണ്ട്. 5:24 വായിച്ചാട്ടെ. 26 വായിച്ചു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ്. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് സൂക്കേന്നല്ല. പിതാവിന് സോയി ജീവനുണ്ട്, അതുപോലെ പുത്രനും അതേ ജീവനുണ്ട്. സ്തോത്രം. അപ്പൊ സോയ ജീവൻ പിതാവിന്റെ ജീവനാണ്. സോയ ജീവൻ പുത്ര
പുത്രന്റെ ജീവനാണ്. ഇന്ന് രാത്രി എനിക്കൊരു ചോദ്യം ചോദിച്ചേ പറ്റൂ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആ ജീവൻ ഉണ്ടോ? സ്തോത്രം. സോയെ ജീവൻ, പിതാവിനുള്ള ജീവൻ, പുത്രനുള്ള ജീവൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. ഇത് നമ്മുടെ അവകാശമാണോ നോക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന് 18-ാം വാക്യം. നമുക്ക് ഈ ജീവൻ ഉണ്ടായിരുന്നു എന്ന് ആദ്യം നോക്കാം. ഒന്ന് ഓർത്തു വെക്കണമേ, ഈ നിത്യജീവൻ, ഈ സോയെ ജീവൻ ദൈവം കാലങ്ങൾക്ക് മുൻപേ ദൈവം ആഗ്രഹിച്ചതാണ്, ദൈവം വാഗ്ദാനം ചെയ്തതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്നതിന് മുൻപേ, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപേ ദൈവത്തിനൊരു ആഗ്രഹം, എനിക്കുള്ള ജീവൻ, എൻ്റെ പുത്രനുള്ള ജീവൻ എൻ്റെ ജനത്തിന് കൊടുക്കണം. സ്വത്രം 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 സ്വത്രം. അത് ദൈവത്തിന്. എന്നിട്ട് അടുത്തൊരു വാക്കൂടെ തീത്തോസ് പറയുകയാണ്, വായിച്ചാട്ടെ. വാഗ്ദാനം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിന് മതി. ഇംഗ്ലീഷ് കൊടുത്തിരുന്ന ഒരിക്കലും കള്ളം പറയാത്ത ദൈവം വാഗ്ദാനം ചെയ്തിരിക്കും. ദൈവത്തിന്റെ പ്രത്യേകത, അവൻ വാഗ്ദാനം ചെയ്താൽ കള്ളം പറയുന്ന ദൈവമല്ല, വാക്ക് മാറാത്ത ദൈവമാണ്. ഇന്ന് ദൈവത്തിന് ഒരു ആഗ്രഹം, പിതാവിനുള്ള ജീവൻ, പുത്രനുള്ള ജീവൻ നമുക്കും തരണം. സ്വത്രം സ്വത്രം സ്വത്രം. ഇന്ന് രാത്രി ഈ ജീവൻ ഇവിടെ വ്യാപരിച്ചാൽ എന്ത് സംഭവിക്കും ദൈവമക്കൾ അറിയാൻ പോകുക. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാം പ്രാർത്ഥനയോട് കേൾക്കണമെന്ന് ആവശ്യം. ഇന്ന് രാത്രിയുടെ കൂട്ട വിടുതലുകൾ നടക്കാൻ പോകുക. പിതാവിനുള്ള ജീവൻ, പുത്രനുള്ള ജീവൻ. ഇപ്പോൾ ദൈവം പറയുകയാണ്, എനിക്ക് ആഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കണം. സ്തോത്രം സ്തോത്രം. എന്നെ ശ്രദ്ധിച്ച് കേട്ടാലും യേശു പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം വായിച്ചാട്ടെ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 40-ാം വാക്യം. യേശുവിനൊരു ആഗ്രഹം, പുത്രനെ നോക്കിക്കൊണ്ട്. എന്നെ ശ്രദ്ധിച്ച് കേട്ടാലും ഇന്ന് രാത്രി ഞാനിക്കൊരു ആഗ്രഹം, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഈ ജീവൻ ഉണ്ടോന്ന് എനിക്കൊന്ന് അറിയണം. ഒറ്റ ടെസ്റ്റ് കൊണ്ട് തെളിയിക്കാൻ പോകുക. സ്തോത്രം. ഞാൻ കാനഡയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ടെസ്റ്റ് ഇടാൻ വേണ്ടിയാ. ആ ടെസ്റ്റ് പാസ് ആയവർ ഇന്ന് രാത്രി ഒരു ശബ്ദം ഉയർത്തണം. ഈ ജീവൻ ഇവിടെ എത്ര പേർക്ക് ഉണ്ടെന്ന് ഒന്ന് ടെസ്റ്റിൽ കൂടെ തെളിയിക്കാൻ പോകുക. ആർ യു റെഡി? ആർ യു റെഡി? പാസ്റ്റർമാർ ഉൾപ്പെടെ വിശ്വാസികൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ടെസ്റ്റ് ഇടാൻ പോകുക. ആ ടെസ്റ്റ് പാസ് ആയവർക്ക് അറിയാം ഇന്ന് പലർക്കും ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ഏത് ജീവൻ എന്നറിയാമോ? ജനിച്ചിട്ട് മരിക്കുന്ന ജീവനല്ല, പിതാവിലുള്ള പുത്രനുണ്ടായിരുന്ന അതേ ജീവൻ. സ്വത്രം 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 സ്വത്രം. സോയി ജീവൻ അതുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ശബ്ദം ഉയർത്തണം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. എന്താണ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരാൾക്ക് ഉണ്ടെന്നുള്ളത്? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന് 11-ാം വാക്യം. 1 യോഹന്നാൻ 5:11. സ്തോത്രം. 1 യോഹന്നാൻ വായിച്ചാട്ടെ. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവനാകുന്നു, ആ ജീവൻ അവന്റെ പുത്രനുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനുള്ളവന് ജീവനുണ്ട്, ഈ ജീവനുണ്ട്. ദൈവപുത്രൻ ഇല്ലാത്തവന് ഈ ജീവനിൽ ഏത് ജീവൻ എന്നറിയാമോ? സോയെ ജീവൻ, പിതാവിന്റെ ജീവൻ, പുത്രന്റെ ജീവൻ. ഇന്ന് രാത്രി പുത്രനുള്ളവർക്ക്, ഞാനായിരുന്നു ഇവിടെ കിടന്ന് ഒരു ചാട്ടം ചാടി ഒരു ഹല്ലേലൂയ പറഞ്ഞേനെ. ഇന്ന് രാത്രി പുത്രനുള്ളവർക്ക് ഈ ജീവനുണ്ട്. അത് വിശ്വാസി ദൈവമക്കൾ ആരെങ്കിലും സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. പുത്രനുള്ളവർക്ക് ഈ ജീവനുണ്ട്, പുത്രനില്ലാത്തവർക്ക് ഈ ജീവനില്ല. ഈ ജീവനുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തിയാൽ, ഈ ജീവനുള്ള ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ കൈകൾ ഉയർത്തിയാൽ ഇവിടെ വിടുതലുകൾ നടക്കുമെന്ന് വിശ്വസിച്ച ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. പുത്രനുള്ളവർക്ക് ഈ ജീവനുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആർ യു റെഡി? ഇന്ന് രാത്രി ഈ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ, സ്വത്രം സ്വത്രം സ്വത്രം, ഇത് ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ. ഏത് ജീവൻ എന്നറിയാമോ? സൂക്കയല്ല, സോയെ. പിതാവിനുണ്ടായിരുന്ന പുത്രനുള്ള അതേ ജീവൻ എനിക്കുണ്ടെന്ന്, പുത്രൻ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ആ ജീവൻ ഉണ്ടെന്ന് മടി കൂടാതെ പറയും ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളോടെങ്കിലും പറ, എന്നിൽ ജീവനുണ്ട്. പറഞ്ഞാട്ടെ ശക്തിയോട്. പിശാച് കേൾക്കട്ടെ, എന്നിൽ ആ ജീവനുണ്ട്. സ്വത്രം സ്വത്രം സ്വത്രം. ഐ ഹാവ് ലൈഫ്. ചിലര് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ചിലര് പറയുന്ന, പാസ്റ്റർ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ആ ജീവനുണ്ട്, പക്ഷേ ആ ജീവൻ തുടങ്ങുന്നത് എന്നെ അടക്കുന്ന ദിവസമാണ്. സ്വത്രം സ്വത്രം സ്വത്രം. ചിലർ കാത്തിരിക്കുക
ആമീൻ. ചിലതൊക്കെ ചില പ്രത്യാശ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മാറി വിളിച്ച് പ്രാർത്ഥിക്കണം തോന്നും. ആമീൻ. കർത്താവിന്റെ ഗംഭീര നാദം ഉയരുമ്പോൾ കേൾക്കുമ്പോൾ മരിച്ചവർ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നത്. ജീവനോട് ഇരുന്നപ്പോ ചാടാത്തവരാ. സ്വോത്രം സ്വോത്രം. മരിക്കുമ്പോ ചാടുന്നത് അത് മനസ്സിൽ വെച്ചാൽ മതി. സ്വോത്രം. ജീവനോടിരുന്ന് ചാടിയവര് മാത്രമേ ചത്ത ശേഷം ചാടത്തുള്ളൂ. സ്വോത്രം. അത് വിശ്വാസി ദൈവമക്കൾ ഉറക്കെ ആമീൻ പറഞ്ഞാട്ട്. സ്വോത്രം. ജീവനോടിരുന്ന 10 പേര് കളിയാക്കുമോ, ആൾക്കാർ കണ്ടാൽ എന്തോ ആകും, എന്നിട്ട് കാത്തിരിക്കുക മരിച്ച ശേഷം ചാടാൻ വേണ്ടി. അങ്ങനെ ചാടണ്ട. സ്വോത്രം. ഇന്ന് രാത്രി ജീവനോടിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിന്റെ ശക്തിയാൽ ചലിക്കുന്ന ദൈവമക്കളാണ് മരിച്ച ശേഷം ചലിക്കാൻ പോകുന്നത്. അത് വിശ്വാസ ദൈവമക്കൾ ഇന്ന് രാത്രി കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. ഈ ജീവൻ അത് വിശ്വാസ ദൈവമക്കൾ ശബ്ദം ഉയർത്തി ഇന്ന് രാത്രി ജീവനോടിരിക്കുമ്പോൾ ആത്മശക്തി ചലിക്കുന്ന അഭിഷക്തന്മാർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എല്ലാരും കാത്തിരിക്കുക മരിച്ച ശേഷം. കാരണം മരിച്ച ശേഷം ഉണ്ടായാലും ഇല്ലാതെ ആരും കാണത്തില്ലല്ലോ. മരിച്ച ശേഷം നിത്യജീവൻ എൻ്റെ അകത്ത് വ്യാപരിക്കും. ഇന്ന് രാത്രി നമുക്ക് നോക്കാം, അതാണോ ബൈബിൾ പ്രമാണം? വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ജോൺ 5:24 വായിച്ചാട്ടെ. ഇത് വിശ്വസിക്കുന്ന യേശു പറയാം ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, വീണ്ടും പറയുക. എന്തുവാണ്? എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിച്ചവർക്ക് നിത്യജീവനുണ്ട്. വായിച്ചാട്ടെ. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. കടക്കുമെന്നല്ല, കടന്നിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ, ഈ ജീവനുള്ള ദൈവമക്കൾ മരണത്തിന് ജീവനിലേക്ക് കടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് രാത്രി വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ ശബ്ദം ഉയർത്തിയൊരു ആമീൻ പറഞ്ഞാട്ടെ. മരണത്തിന് സ്വോത്രം. അതുകൊണ്ട് ദൈവമക്കൾ മരിക്കയില്ല. യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കയില്ല. അവൻ മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കും. എന്ന് വെച്ചാൽ മരണം ദൈവമക്കൾക്ക് ഒരു അവസാനമല്ല. ഓൾറെഡി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ദൈവമക്കൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ രാത്രി എത്ര വിളിച്ചു പറയും, ഹേ മരണമേ നിന്റെ ജയം എവിടാ? എന്റെ ജീവിതത്തിൽ ഈ ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ മരണത്തിലല്ല, ജീവനാന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് ശബ്ദം ഉയർത്തി ഉറക്കെ ആമീൻ പറഞ്ഞാട്ട്. ഇപ്പോൾ ഉറക്കെ ഞാൻ മരണത്തിന് ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രി ഇതിനകത്ത് ചില ദൈവമക്കൾ അകത്ത് ആ ബലമുണ്ടാകട്ടെ. നിന്റെ ജീവിതത്തിൽ മരണമല്ല വ്യാപരിക്കുന്നത്. യേശുവിനെ ഞാൻ വിശ്വസിച്ച നാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ഭരിക്കുന്ന മരണമല്ല, മരണത്തിൽ നിന്ന് ഞാൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കോഴഞ്ചേരിയിൽ ഉണ്ടെങ്കിൽ അവരുടെ ശബ്ദം ഒന്ന് ഉയരട്ടെ. മരണത്തിൽ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. രാത്രി വചനത്തിന്റെ ശക്തിയായി ഇവിടെ ചില വിടുതലുകൾ നടക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ ഞാൻ ചോദിക്കുക, ഇപ്പോൾ എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാം, എൻ്റെ അകത്ത് പിതാവിനുണ്ടായിരുന്ന ജീവൻ, പുത്രനുണ്ടായിരുന്ന ജീവൻ എൻ്റെ അകത്തുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ? അടുത്തിരിക്കുന്ന വ്യക്തി പിണങ്ങിയാലും കുഴപ്പമില്ല, ഈ രാത്രി ഒന്ന് വെളിപ്പെടുത്തി സ്തോത്രം പറയാൻ തയ്യാറാണോ? ഹല്ലേലൂയ. പിതാവിനുണ്ടായിരുന്ന അതേ ജീവൻ, പുത്രനുണ്ടായിരുന്ന അതേ ജീവൻ എൻ്റെ അകത്ത് ഇപ്പോൾ വ്യാപരിക്കുന്നെന്ന് വിശ്വാസി ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തു. ഇന്ന് രാത്രി ഇവിടെ ഒരു കൂട്ടം വിടുതൽ നടക്കാൻ പോകുക. ജീവനുള്ള ഏവരും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ള ഏതും യഹോവയെ സ്തുതിക്കട്ടെ. മരിച്ചവരും മൗനത്തിൽ ഇരിക്കുന്നവരും മിണ്ടാതിരിക്കുമ്പോൾ പിതാവിന്റെ ജീവൻ, പുത്രന്റെ ജീവനുള്ള ദൈവമക്കൾ ഈ രാത്രി ശബ്ദം ഉയർത്തട്ടെ. ജീവിക്കുന്ന ഏതും സ്തോത്രം. ഇനിയും ശ്രദ്ധിക്കണമേ, ഇനിയും ചിലക്ക് ചാടാൻ തോന്നുന്നു. രാത്രി ചാടി വിടുതൽ എടുക്കണമെങ്കിൽ എടുത്തോ. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, ഇവിടെ ആരും നിങ്ങളെ വിലക്കാൻ പോകും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആരാധനയെ വിലക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ വിടുതൽ കാണുമ്പോൾ അസൂയ ഉള്ളത് കൊണ്ടാണ്. സ്വോത്രം. അവരോട് അവിടെ പണി നോക്കാൻ പറ.
കാരണം നിങ്ങൾ പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ ഇവരാരും നിങ്ങളെ സഹായിക്കാൻ വരത്തില്ല. ഈ രാത്രി സ്റ്റൈൽ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ അകത്ത് ജീവൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ വചനം കേൾക്കുമ്പോൾ ഉറപ്പുണ്ടെങ്കിൽ ആനന്ദിച്ചു തുടങ്ങിക്കോ. ഈ രാത്രി വിടുതലുകൾ നടക്കാൻ പോകുക. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഒന്നാമത്തത് ആർ യു റെഡി? ഈ ജീവൻ ഉള്ള ദൈവമക്കൾക്ക് ഒരു ദൂത്. കേട്ടില്ല നിങ്ങള്? പിതാവിലുണ്ടായിരുന്ന പുത്രനിലുണ്ടായിരുന്ന ജീവൻ ഇപ്പോൾ എന്റെ അകത്തുണ്ട്. കാരണം ഞാൻ പുത്രനെ സ്വീകരിച്ചു. പുത്രനുള്ളവർക്ക് ഈ ജീവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ചില വാഗ്ദത്തങ്ങൾ തരാൻ പോകുന്നു. ശ്രദ്ധിക്കണമേ, ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഇത്രയും പറഞ്ഞിട്ട് ഞാനൊന്ന് മിണ്ടാതിരുന്നാൽ പുറകിൽ ഓരോരുത്തർ വിളിച്ചു പറയും, പ്രീച്ച് പാസ്റ്റർ, പ്രീച്ച് പ്രീച്ച്. കേൾക്കാൻ കൊതിയാട്ടെ. ഇവിടെ ആണെങ്കിൽ ഏതാണ്ട് വരുന്നുണ്ട്, കിട്ടിയാൽ കൊള്ളാം. ഇന്ന് രാത്രി ഉന്മേഷം വ്യാപരിക്കട്ടെ. ഈ ജീവൻ ഉള്ളവർക്കൊരു വാക്തം. ആ വാക്തം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ തന്നെ പ്രകടമാക്കി സന്തോഷിക്കണം. ആർ യു റെഡി? ഈ ജീവനുള്ളവര് ഒരു നാളും അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പിശാച് കേൾക്കത്തക്ക രീതിയിൽ ശബ്ദമുയർത്തി ഉറക്കെ രാമ്യം പറഞ്ഞാട്ട്, ഈ ജീവനുള്ളവർ ഒരു നാളും അവിടെ കുടുംബം നശിക്കയില്ല, അവിടെ ശുശ്രൂഷ നശിക്കയില്ല, അവിടെ കുഞ്ഞുങ്ങൾ നശിക്കയില്ല, അവിടെ അഭിഷേകം നശിക്കയില്ല. ഇത് അനുസരല്ല പറഞ്ഞു, യേശു പറഞ്ഞ വാക്കാണ്. ഈ ജീവനുള്ളവർ ഒരു നാളും മന്ത്രവാദിയെ ഞാൻ വെല്ലുവിളിക്കുന്നു, ആഭിചാരകന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു, കൂടോത്രക്കാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ജീവൻ ഉള്ളിടത്തോളം കാലം ഒരു നാളും ഞാൻ നശിച്ചു പോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തി വ്യാപരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ വന്ന ശത്രുവിന്റെ ശക്തികൾ ഇതാ പൊട്ടിമാറുന്നു. ഇന്ന് രാത്രി കുടുംബങ്ങൾ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഒരു നാളും നശിച്ചു പോകുകയില്ല. രണ്ടാമത്, ദൈവമക്കൾക്ക് സന്തോഷവും പിശാചിന് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു വാക്ക് യേശു പറഞ്ഞു. ഈ രാത്രി പിശാചിന്റെ കൂട്ടത്തിലുള്ളവർ മൗനമായിരിക്കുമ്പോൾ ദൈവമക്കൾ സന്തോഷിക്കുന്ന ഒരു വാക്ക് യേശു പറഞ്ഞു. ഒന്ന്, ഒരു നാളും നശിച്ചു പോകില്ല. അടുത്ത വാക്ക് വായിച്ചോ. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്ന ഒരു നാളും നശിച്ചു പോകയില്ല. ഒരു നാളും നശിച്ചു പോകയില്ല. അടുത്ത, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഈ രാത്രി ആരും അവരെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ, somebody shout hallelujah. നിന്റെ കുടുംബം സുരക്ഷിതമാ, നിന്റെ ആരോഗ്യം സുരക്ഷിതമാ, നിന്റെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമാ. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി കൈകൾ അടിച്ച് ദൈവത്തിന് ഒരു സ്തോത്രം കൊടുത്താട്ട് ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്ന ആർക്കെങ്കിലും രണ്ടുപേരും പറഞ്ഞു പറയണമെങ്കിൽ വിളിച്ചു പറ, എന്റെ കുടുംബം തകരത്തില്ല. ഒരു ശക്തിക്കും രണ്ട് വാഗ്ദത്തം. ഒന്ന്, ഒരു നാളും നശിക്കത്തില്ല. രണ്ട്, ആരും നിങ്ങളെ പിടിച്ചു പറിക്കയില്ല. നിങ്ങൾ ഇരിക്കുന്നത് യേശുവിന്റെ കയ്യിലാന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാത്താന്യ ശക്തികൾ തെറിച്ചു പോകുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. ഈ രാത്രി ഈ രാത്രി നിങ്ങളുടെ കുടുംബം ഇരിക്കുന്നത് യേശുവിന്റെ കയ്യിലാ. നിങ്ങളുടെ സമ്പത്തിരിക്കുന്നത് യേശുവിന്റെ കയ്യിലാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് യേശുവിന്റെ കയ്യിലാണ്. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ഇരിക്കുന്നത് യേശുവിന്റെ കയ്യിലാണ്. നിങ്ങളുടെ ശുശ്രൂഷ ഇരിക്കുന്നത് യേശുവിന്റെ കയ്യിലാണ്. ഒരു മനുഷ്യനും പറിച്ചു മാറ്റാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ
ഇത് പ്രഖ്യാപിക്കുന്ന, ഇത് വിശ്വസിക്കുന്ന കുടുംബങ്ങളിൽ ഇന്ന് രാത്രി വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഇതെല്ലാവർക്കുള്ള ദൂതല്ല, പുത്രനുള്ളവർക്ക് ഈ ജീവനുണ്ട്, അവർക്കുള്ള ദൂതാണിത്. Praise God. Praise God. ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആ സോയെ ജീവനുണ്ടോ? ഉണ്ടോ? ആ ജീവനുള്ള ഒരു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. അതുള്ള ദൈവമക്കൾക്കൊരു ദൂത്, നിങ്ങൾ ഒരു നാളും ഒരു സൈഡിൽ ശത്രു പറയും നിന്നെ നശിപ്പിക്കും. യേശു പറയുന്നു ഒരു നാളും. ഈ രാത്രി യേശുവിന്റെ വാക്കിനെ പിശാചിന്റെ വാക്കിനേക്കാളും വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ശബ്ദം ഒന്ന് ഉയരട്ടെ. നശിക്കുന്നതായിട്ട് തോന്നും, പക്ഷെ നശിക്കത്തില്ല. എന്നിട്ട് യേശു പറഞ്ഞു, അവനെ ഒരാൾക്കും എന്റെ കയ്യിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റത്തില്ല. ഈ രാത്രിയിൽ അത് ഏറ്റെടുത്ത ദൈവമക്കൾ ഇപ്പോൾ നിങ്ങളുടെ ഭാവിക്കുള്ള വിടുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. Receive it in the name of Jesus Christ. Yes, yes. ആ രണ്ട് കൈ ഉയർത്തിപ്പിടിക്കുക. കുടുംബത്തിനകത്തൊരു വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ആ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. Receive it in the name of Jesus. ഇനി അടുത്തൊരു വാക്തത്വം കൂടെ ഞാൻ പറയാൻ പോകുക. ഇത് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ എനിക്കിത് കേൾക്കുമ്പോൾ എനിക്ക് യേശുവിന്റെ ചില വാക്കുകൾ കേട്ട് ഞാൻ അടങ്ങിയിരിക്കത്തില്ല. സ്വന്തം ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി ഏറ്റെടുക്കണം. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇടയിൽ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം, we have found a certain sense of even ground between us and the devil. പിശാചിനും നമ്മുടെ ഇടയിൽ ഒരേ ശക്തി. അങ്ങനല്ല. ചിലർ പറയാറുണ്ട്, ഒരു വാക്യം എടുത്ത് ഉദാഹരണമായിട്ട് വാക്യം എന്തറിയാമോ? കോട്ടകളെ, നമ്മുടെ ആയുധങ്ങൾ ജഡരക്തങ്ങളല്ല, ജഡീകമല്ല, കോട്ടകളെ ഇടിപ്പാൻ ഇടിപ്പാൻ ദൈവശക്തി ബലമുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നേ. അപ്പൊ ചിലരാണ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുക. ആ വാക്യത്തിൽ ഒറ്റ വാക്ക് അവർക്ക് പിടികിട്ടില്ല. കോട്ട. ബ്രദർ, ഐ ഹാവ് ഗോട്ട് കോട്ട ഇൻ മൈ ലൈഫ്. കോട്ടാബന്ധനം. ഒത്രം എന്റെ പൊന്നച്ചായ, അതല്ല അതിന്റെ അർത്ഥം. കോട്ടയുണ്ടെങ്കിൽ അതിന് ഇടിക്കാനുള്ള വസ്തു നിന്റെ കയ്യിലുണ്ടെന്ന്. ഉറപ്പുള്ള ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പുഞ്ചിരിയോട് രാമ്യം പറയാം. കോട്ടയുണ്ടെങ്കിൽ അതിന് ഇടിക്കാനുള്ള വസ്തു. ശത്രു എത്ര ആയുധം അയച്ചാലും അതിനെ തകർക്കാനുള്ള പ്രതിമരുന്ന് എന്റെ കയ്യിൽ ഉണ്ടെന്ന് വിശ്വാസി ദൈവമക്കൾ ഉറക്കെ രാമ്യം പറഞ്ഞാട്ടെ. സംബടി സ്തോത്രം. ആ അർത്ഥത്തിലാണ് യേശു ഒരിക്കൽ വാക്ക് പറഞ്ഞു. ഇതെനിക്ക് ഇഷ്ടമുള്ള വാക്കാ. സ്തോത്രം. യേശു പറഞ്ഞു, അറുക്കാനും മുടിപ്പാനും നശിപ്പിക്കുവാനും. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ടു കിൽ and to destroy and to steal. അപ്പൊ പിശാചിന് 3 ശുശ്രൂഷയേ ഉള്ളൂ. ഇന്ന് വരെ പുള്ളി പ്രസംഗ ശുശ്രൂഷ ഏറ്റെടുത്തിട്ടില്ല. സ്വത്രം. ഈ ചിലർ പിശാചിന്റെ അറ്റാക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ അമ്പരന്നിരിക്കുകയോ അവൻ അങ്ങനെ ചെയ്യുമോ. പിന്നെ അവന്റെ ജോലി എന്തുവാ? അവന് വേറെ ഒരു മിനിസ്ട്രി ഇല്ലെന്ന്. അവനുള്ള ഏക മിനിസ്ട്രി അറുക്കുക, മുടിക്കുക, കൊല്ലുക. സ്റ്റീൽ, കിൽ, ഡിസ്ട്രോയ്. അപ്പൊ യേശു പറയുക, അവൻ നിന്റെ ജീവൻ എടുക്കാനാണ് വരുന്നത്. അവൻ നിന്റെ ജീവൻ, കില്ലെന്ന് പറഞ്ഞാൽ ഉള്ള ജീവൻ എടുക്കാൻ. യേശു പറഞ്ഞു, അവൻ അത് എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ജീവനും സമൃദ്ധിയായ ജീവനും. എന്റെ ദൈവമക്കളെ, സോയെ ജീവൻ. സ്തോത്രം, സ്തോത്രം. പെഞ്ചുപോൾ ബോസിക്ക് വന്നാട്ടെ. ഉദാഹരണം എങ്ങനെ ആയിരിക്കും? പിശാച് വന്ന് ജീവൻ എടുത്തിട്ട് നോക്കുമ്പോ പിന്നെ ഒഴുകുന്നു. സ്വത്രം. പിന്നെ അവൻ എടുക്കുക,
പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുക. പണ്ടാണെങ്കിൽ പണ്ടത്തെക്കാൾ ശക്തി ഒഴുകുന്ന ജീവൻ, അതിന്റെ പേര് സമൃദ്ധിയായ ജീവൻ, ഓവർഫ്ലോ. ഈ രാത്രി ശത്രു ആക്രമിക്കും തോറും എന്റെ അകത്തുള്ള ദൈവത്തിന്റെ ജീവൻ വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഈ രാത്രി മിണ്ടാതിരിക്കരുത്. നിങ്ങളുടെ ജയത്തിന്റെ രാത്രിയാണ് ഈ രാത്രി. ശബ്ദമുയർത്തിക്കോ. അറ്റാക്കിൽ കൂടെ പോയ കുടുംബങ്ങൾ, അറ്റാക്കിൽ കൂടെ പോയ ശുശ്രൂഷകന്മാർ ഏറ്റെടുത്താട്ട് അടുത്ത ദിവസം പണ്ടത്തെക്കാളും ജീവനോട് നീ പുറത്തു വരാൻ പോകുക. somebody. എനിക്ക് കാര്യം പറ്റേ, ഈ സമൃദ്ധിയായ ജീവൻ വ്യാപരിച്ച് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? യേശുവിന്റെ ജീവൻ ക്രൂശിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന കള്ളൻ ജീവൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ജീവൻ എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത് നിന്നാ മതി, അടുത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് ഈ ജീവൻ വ്യാപരിക്കും. ഈ രാത്രി ഇത് വിശ്വസിക്കും ദൈവമക്കൾ. ഞാൻ കയറുന്ന കുടുംബങ്ങളുടെ അകത്ത്, ഞാൻ പോകുന്ന വീട്ടിൽ ഈ ജീവൻ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ ഒന്ന് പ്രാപിക്കുക, ആമീൻ പറഞ്ഞ് സ്വീകരിക്കുക. ഇന്നത്തെ ചില വ്യക്തികളുടെ മേൽ അഭിഷേകം ഇറങ്ങിക്കൊണ്ടിരിക്കുക, ജീവന്റെ അഭിഷേകം. എന്തൊക്കെ കെട്ടുകൾ ഇവിടെ പൊട്ടിപ്പാടിക്കൊണ്ടിരിക്കുക. ഈ ജീവന്റെ അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. Receive it in the name of Jesus. Amen. ഇന്ന് രാവിലെ ഒരു ബ്രദർ, എനിക്ക് അടുത്ത ബ്രദർ ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്റർ 13 വർഷം മുൻപേ ഞാൻ പാസ്റ്റർ മീറ്റിംഗിൽ തണ്ണി അടിച്ച് വല്ലാതെ കള്ളുകുടിയനായിട്ട് വന്നതാണ്. അന്ന് പാസ്റ്റർ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് തന്നു, കുടിച്ചു. അന്ന് എൻ്റെ കുടി നിന്നു. പാസ്റ്റർ ഞാൻ മസ്കറ്റിൽ പോയി വീട് പണിതു, ഇപ്പൊ ഇവിടെ അടുത്തൊരു സ്ഥലവും വാങ്ങിച്ചു. സ്വത്രം സ്വത്രം സ്വത്രം. അന്ന് ഓർത്ത് നോക്കിയേ, കുടി കൊല്ലുന്ന കുടി മാറ്റിയിട്ട് ജീവിപ്പിക്കുന്ന ശക്തി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കൂടെ. ഈ രാത്രി ഈ അഭിഷേകം വേണ്ട ദൈവമക്കൾ, പ്രാപിച്ചോ. ഈ രാത്രി അഭിഷേകം വ്യാപരിക്കാൻ പോകുകയാണ്. നിങ്ങൾ എവിടെ കയറി ചെന്നാലും ജീവൻ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷത്തോടെ എത്ര പേർക്ക് പിശാചിനെ വെല്ലുവിളിച്ചു പറയാം, നീ കൊല്ലാൻ വരുമ്പോൾ യേശു എനിക്ക് ജീവനും. സമൃദ്ധിയായ ജീവനും എനിക്ക് നൽകിയിരിക്കുന്നെന്ന് മടി കൂടാതെ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ കുറിച്ചു വെച്ച അടുത്ത ദിവസങ്ങളിൽ ഇവിടെ കൂട്ട വിടുതലുകളും ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുന്ന കാഴ്ച ദൈവമക്കൾ കാണാൻ പോകുകയാണ്. Receive it in the name of Jesus. Get ready. സ്തോത്രം. ഇനി അടുത്ത, എനിക്ക് പറഞ്ഞ് സമയത്തില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോകുക. അടുത്തതായിട്ട് സ്തോത്രം, ഈ ജീവൻ ഉള്ള ദൈവമക്കൾക്ക് ഒരു വാഗ്ദത്തം ഉണ്ട്. ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ഈ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നശിക്കുകയില്ല, ആർക്കും എന്നെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ ജീവൻ ഉണ്ടെങ്കിൽ എത്ര ശത്രു ആക്രമിച്ചാലും ജീവൻ സമൃദ്ധിയായി ഓവർഫ്ലോയിങ് എന്റെ അകത്തുനിന്ന് ഒരുക്കൊണ്ടിരിക്കും. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കൊടഞ്ഞ് എഴുന്നേൽക്കേണ്ട രാത്രിയാ. സ്തോത്രം. ഈ ദൈവം പ്രവാചകനെ അസ്ഥിത്താരവിനെ കൊണ്ടുവച്ച് ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിക്കുക. ദൈവത്തിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, അസ്ഥിക്ക് ജീവനും പ്രവാചകന് ജീവനുണ്ട്. സ്തോത്രം. അങ്ങനെ ജീവനുള്ള പ്രവാചകന്മാരെ ഈ അസ്ഥികളുടെ കൊണ്ടുപോകത്തുള്ളൂ, അല്ലെങ്കിൽ പ്രവാചകന് അസ്ഥിയായി മാറും. അതൊരു തത്വമാണ്, ബൈബിൾ തത്വമാണ്. നിങ്ങൾ എവിടെ കിടക്കുന്നു അതിനോട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ അതായി മാറും, അല്ല അത് നിങ്ങളായി മാറും. സ്തോത്രം. ദൈവത്തിന് ഈ പ്രവാചകനെ വിട്ടാൽ അസ്ഥികൾ പ്രവാചകനെ പോലെ ആയി മാറും. ഈ രാത്രി ജീവനുള്ള ദൈവമക്കൾ ഏത് അസ്ഥിത്താരം വരെ ചെന്നാലും ശക്തി വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ
ഒരു വര വരയ്ക്കുമ്പോൾ അത് ക്രോസ് ചെയ്തിരിക്കും. പിശാച് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, വര വരയ്ക്കുന്ന എല്ലാം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എനിക്കുള്ള ദൂതാന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, സ്തോത്രം. പക്ഷേ എൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിളിലേക്ക് ഞാൻ വരട്ടെ. പ്രിൻസിപ്പിൾ എന്ന വാക്കിന്റെ അർത്ഥം അത് എല്ലായിടത്തും ഒരുപോലെ സംഭവിച്ചേ പറ്റൂ. ഇറ്റ്സ് എ ലോ, ഇറ്റ്സ് എ റൂൾ. ഉദാഹരണമായിട്ട് തീയെ തൊട്ടാൽ പൊള്ളും. അത് ഇവിടെയും പൊള്ളും, കാനഡയിലും പൊള്ളും. ഞങ്ങൾ തണുപ്പുള്ള രാജ്യമാണെങ്കിലും സ്വത്രം സ്വത്രം പൊള്ളും. അതുപോലൊരു തത്വമാണ് ഈ ജീവൻ പ്രകടമായില്ലെങ്കിൽ നിർജീവം. ചിലർ പറയും അങ്ങനെ പ്രകടമാകണം, ഉള്ളിൽ തോന്നിയാൽ പോലെ. ഞാൻ എത്ര വിശ്വാസി, എത്ര നാളുകൊണ്ട് വിശ്വാസി വന്ന ആളെ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം പ്രകടമായില്ല അച്ഛ ചത്തെന്ന്. കേരളത്തിൽ പറ്റിയത് തിയോളജി പറയുന്ന ആൾക്കാരുണ്ട്, പ്രാക്ടിക്കലായിട്ട് വെളിപ്പെടുന്നില്ല. സ്വത്രം സ്വത്രം എന്ന് ഇന്ന് രാത്രി ദൈവം ഒരു പുതിയ തലമുറ എഴുന്നേൽപ്പിക്കുക. വെറും തിയോളജി അല്ല, വെളിപ്പെടുത്തുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാട്ട്. അത് somebody shout hallelujah. Yes, പുതിയൊരു തലമുറ ദൈവം എഴുന്നേൽക്കുക. തിയോളജി അല്ല, ഈ രാത്രി ദൈവത്തിന്റെ വചനത്തിന് ശക്തി ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ദൈവമക്കളെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. അത് എനിക്കുള്ള ദൂതെന്ന് പറഞ്ഞ ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറക്കെ രാമ്യം പറയാം, somebody receive it. സ്തോത്രം. നമുക്കറിയാം ഈ ജീവൻ വെളിപ്പെടുമോ, നമുക്ക് നോക്കാം. അത് ബൈബിളിൽ വാക്യം വേണ്ടേ? ബൈബിൾ നമുക്ക് തെളിയിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 1 യോഹന്നാൻ 1-1 വാക്യങ്ങൾ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും. അപ്പൊ ഈ ജീവൻ കേൾക്കാൻ പറ്റും. ഞങ്ങൾ കേട്ടതും, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും, ഞങ്ങൾ നോക്കിയതും, ഞങ്ങളുടെ കൈ തൊട്ടതുമായ, ഞങ്ങളുടെ കൈ അനുഭവിച്ചതുമായുള്ളതാണ് ജീവന്റെ വചനം. ഇന്ന് രാത്രി ഈ ജീവൻ വ്യാപരിച്ചാൽ ആൾക്കാർക്ക് കാണാം, ആൾക്കാർക്ക് കേൾക്കാം. ഈ അഭിഷേകത്തോട് ദൈവം അയക്കാൻ പോകുക. ഈ അഭിഷേകത്തോട് ഇന്ന് രാത്രി അയക്കാൻ പോകുക. അത് ഏറ്റെടുക്ക് ദൈവമക്കാരും കൊണ്ട് പ്രാപിച്ചോ. നീ എവിടെ പോയാലും ഒരു വലിയ സാന്നിധ്യം ഇറങ്ങുന്നതായി എന്റെ ശരീരം തിരിച്ചറിയുന്ന ഒരു അഭിഷേകം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. Somebody receive it. ഈ ബ്രദർസിന് മേൽ വലിയ ശക്തി വ്യാപരിക്കുക. ദൈവം എന്നെ കാഴ്ച കാണിക്കുന്നു. ഇതിനകത്തുനിന്ന് ചില ദൈവമക്കൾ ദൈവം ഇറക്കാൻ പോകുക. ആൾക്കാർ കാണും, ആൾക്കാർ കേൾക്കും, ആൾക്കാർക്ക് അനുഭവിക്കത്തക്ക രീതിയിൽ നിന്റെ അകത്തുനിന്ന് ജീവൻ പുറപ്പെടാൻ പോകുക. വിശ്വസിക്കുന്ന അഭിഷക്തന്മാരുടെ ശബ്ദം. എത്ര പേർക്ക് ഇന്ന് രാത്രി പിശാച് കേൾക്കത്തക്ക രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്താൻ തയ്യാറാ? അടുത്ത ദിവസങ്ങളിൽ എന്റെ ശുശ്രൂഷയിൽ കൂടെ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ, കേൾക്കത്തക്ക രീതിയിൽ, അനുഭവിക്കത്തക്ക രീതിയിൽ യേശുവിന്റെ ജീവൻ പുറപ്പെടുമെന്ന് വിശ്വസിക്കുന്ന അഭിഷക്തന്മാരുണ്ടെങ്കിൽ ഒന്ന് ചാടി ഒരു ആമീൻ പറഞ്ഞാട്ട്. ഈ രാത്രി അഭിഷേകത്തിന് രാത്രിയാ. ഒരു വലിയ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുക. വലിയ സാന്നിധ്യം. മരണത്തിന് ആത്മാ മാറി, മരണത്തിന്റെ ശക്തി മാറി, ജീവന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. Receive it in the name of Jesus. ഇന്ന് ദൈവം എന്നെ കാഴ്ച കാണിക്കുന്നു. ഇവിടേക്ക് ദൈവമക്കൾ ഒരാളെ തൊട്ടാൽ ആ ശക്തി വ്യാപരിക്കും. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ആ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ രാത്രി ഏറ്റെടുത്താട്ട് receive it in the name of Jesus. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കാൻ പോകുക. കേരളത്തിൽ ഈ ജീവൻ ഉണ്ടെന്ന്, ജീവനുള്ളവരുണ്ടെന്ന് അടുത്ത ദിവസങ്ങൾ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറക്കാൻ വരുന്ന ശത്രുവിന്റെ മുൻപിൽ, മുടിക്കാൻ വരുന്ന ശത്രുവിന്റെ മുൻപിൽ ജീവൻ പകരുന്ന അഭിഷേകത്തോട് ദൈവം ചില എഴുന്നേൽപ്പിക്കാൻ പോകുക. Receive it tonight in the name of Jesus.
പ്രസംഗത്തിന്റെ പകുതി വരെ ആയിട്ടുള്ളൂ. പക്ഷെ 3 വാക്കുകൾ പറഞ്ഞിട്ട് ഈ ജീവൻ എങ്ങനെ പ്രകടമാകാൻ പോകുന്നു പറഞ്ഞിട്ട് ഇവിടെ നിർത്താൻ പോകുക. അതിനുശേഷം ദൈവമക്കൾ ആരാധിക്കാനോ സ്തുതിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇതിനകത്ത് എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകുക. ഈ ജീവൻ എങ്ങനെയാണ് പ്രകടമാകുന്നത്? 3 രീതിയിൽ. ഒന്നാമത്തത് സ്തോത്രം, നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ. ഈ ജീവനുള്ള ദൈവമക്കൾക്കൊരു പ്രത്യേകതയാണ്. 2 കൊരിന്ത്യർ 4:8ഉം 9ഉം. ഞാൻ എന്നിട്ട് നോക്കാൻ പോയി ഇവിടെ ആർക്കും അത് ഉണ്ടോന്ന്. സ്തോത്രം. 2 കൊരിന്ത്യർ 4:8ഉം 9ഉം. 1 കൊരിന്ത്യർ കഴിഞ്ഞിട്ട് 2 കൊരിന്ത്യർ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ, എന്റെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ഇരിക്കണ്ട. നിൽക്കുന്നവർ നിന്നാട്ടെ. ഇരിക്കുന്നവർ ഇരുന്നാട്ടെ, കുഴപ്പമില്ല. നിൽക്കുന്നവർ 1 മിനിറ്റ് നിന്നാട്ടെ. ഈ ജീവൻ വ്യാപരിക്കുന്ന ദൈവമക്കൾ ഏത് പ്രശ്നത്തിൽ കൂടെ പോയാലും അവർക്ക് കൂട്ടാളിയായിട്ടുള്ളൊരു വാക്കാണ് എങ്കിലും. എന്റെ കുടുംബം ഒത്തിരി പ്രശ്നത്തിൽ കൂടെ പോയി, എങ്കിലും ശുശ്രൂഷയിൽ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു, എങ്കിലും ദൈവം എന്നെ പുറത്ത് കൊണ്ടുവരും. കേട്ടോ, ഇത് പറയുന്ന അഭിഷക്തന്മാരുടെ ശരീരത്തിൽ ഈ രാത്രി വിടുതൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. സംബടി പ്രാപിച്ചോ പാസ്റ്റർ, പ്രാപിച്ചോ. എങ്കിലും ഒരു തലമുറ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. യേശുവിന്റെ ജീവൻ പ്രകടമാക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. അതിന്റെ അഭിഷേകമാ ഇന്ന് രാത്രി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഒരു പുതിയ അഭിഷേകത്തിൽ രാത്രിയാണ് ഈ രാത്രി. Receive it. എങ്കിലും എത്ര പ്രതികൂലത്തിൽ കൂടെ പോയാലും പുറത്തു കൊണ്ടിരുന്ന ഒരഭിഷേകം ഇത് പ്രാപിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി സന്തോഷത്തോടെ ആരാധിച്ചോ. സന്തോഷം. എങ്കിലും എന്റെ കുടുംബം ചില ഒലച്ചിൽ കൂടെ പോയി. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളിലുള്ള ദൈവമക്കളുടെ ഒരു വാക്കാണ് എങ്കിലും. ഞാൻ പുറത്തു വരും, എന്റെ ശുശ്രൂഷ പുറത്തു വരും, എന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും പുറത്തു വരും എന്ന് പറയാൻ മടിയില്ലാത്ത ദൈവമക്കൾ പ്രാപിച്ചോ. ഒരു വലിയ ആത്മശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക.
കുടുംബങ്ങളുടെ ജീവൻ എടുക്കാൻ വന്ന രക്തദാഹിയായ പിശാച് ഈ രാത്രി അലറി വിട്ടുമാറുന്ന കാഴ്ച ആത്മാവിൽ കണ്ടോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ രാത്രി ക്രിസ്തുവിന്റെ ജീവൻ രണ്ടാമത്തെ വാക്ക് എല്ലാരും സ്വീകരിക്കണമെന്നില്ല. ഇന്ന് രാത്രി സ്വീകരിക്കുന്നതോടെ മീതെ കുറിച്ചു വെച്ചോ ഒരു മിഷണറിയുടെ അനോയിന്റിങ് ദൈവം രാത്രി റിലീസ് ചെയ്യാൻ പോകുകയാണ്. എന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്ത അതേ ദൈവിക അഭിഷേകം ഈ രാത്രി ചില വ്യക്തികളുമേ ദൈവം അയക്കാൻ പോകുകയാണ്. ഈ ജീവൻ ഉള്ളവർക്കുള്ള ദൂതാണിത്. സ്തോത്രം സ്തോത്രം. വായിച്ചാട്ടെ, ഈ ജീവൻ ഉണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ജോൺ 8:12. ഈ രാത്രി ചില ദൈവമക്കൾ കരയുന്നെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിച്ചോ. നിലവിളിക്കണമെങ്കിൽ അവിടെ ആൾക്കാർ ദൈവശക്തി തെറിക്കുക. സ്തോത്ര സ്തോത്രം. നിലവിളിക്കണമെങ്കിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചോ. ഇത് ഇല്ലാതെ ഇവിടുന്ന് പോകരുത്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവന് ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, ഈ ജീവൻ ഉള്ളവരുടെ ഒരു പ്രത്യേകതയാ, അത് ജീവന്റെ വെളിച്ചമാ. എന്ന് വെച്ചാൽ ഈ ജീവനുള്ള ദൈവമക്കൾ എവിടെ ചെന്നാലും വെളിച്ചം വ്യാപരിക്കും. യേശുവിൽ ഇതുണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യന്റെ വെളിച്ചമായി. ഈ ജീവൻ പുറത്തു വരുന്നത് വെളിച്ചമായിട്ടാ. സ്തോത്രം. വെളിച്ചം അതിനെ കീഴടക്കാൻ സാധിച്ചില്ലതാനും. ഈ രാത്രി ഈ ജീവനുള്ള ദൈവമക്കൾ അകത്തുനിന്ന് വെളിച്ചം എന്ന് വെച്ചാൽ ഏത് നാട്ടിൽ നിങ്ങൾ പോയാലും ഇരുട്ടിൽ കിടക്കുന്ന ആൾക്കാർ വെളിച്ചത്തിലേക്ക് വരും. സ്തോത്രം. ഈ അഭിഷേകം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആര് പിണങ്ങിയാലും കുഴപ്പമില്ല. ഈ രാജ്യങ്ങൾക്ക് വേണ്ടി, നോർത്ത് ഇന്ത്യക്ക് വേണ്ടി, കേരളത്തിലെ മുക്കിനും മൂലയ്ക്ക് വേണ്ടി, ആഫ്രിക്കയ്ക്ക് വേണ്ടി വെളിച്ചമടിക്കുന്ന ഒരു അഭിഷേകം ദൈവം അയച്ചുകൊണ്ടിരിക്കുക. Somebody receive it. ദൈവത്താത്മനെ കാഴ്ച കാണിക്കുന്നു. ഒരു മനുഷ്യനും ചെന്നെത്താൻ പറ്റത്തില്ലെന്ന് പറയുന്ന മന്ത്രവാദികളെ കൊണ്ട് നിറഞ്ഞ ഇരുട്ടിന്റെ സ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഈ ജീവനുള്ള ദൈവമക്കൾ ഒന്ന് കയറി ചെല്ലുമ്പോൾ ജീവൻ വെളിച്ചമായി പുറത്തേക്ക് വരും. സ്തോത്രം. ആ വെളിച്ചത്തെ ആർക്കും കീഴടക്കാൻ പറ്റത്തില്ല. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ശക്തിയോട് മിഷണറിമാരുടെ അഭിഷേകം, ഇരുട്ടിൽ വെളിച്ചമടിക്കുന്ന അഭിഷേകം, സുവിശേഷത്തിന്റെ അഭിഷേകം ദൈവം അയച്ചുകൊണ്ടിരിക്കുക. Receive it. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അറബി രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇന്ത്യയുടെ വ്യത്യസ്ത കോണുകളും മൂലകളും, കേരളത്തിലെ വ്യത്യസ്ത കോണുകളിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ വെളിച്ചം. ഈ അഭിഷേകം ദൈവം അയക്കാൻ പോകുക. ഈ ജീവനുള്ള ദൈവമക്കളുടെ അകത്തുനിന്ന് ജീവൻ വെളിച്ചമായി പുറത്തേക്ക് വരാൻ പോകുക. അങ്ങനെ വെളിച്ചമായി പുറത്തു വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തിൽ വരാത്ത ഇരുട്ടിൽ കിടക്കുന്ന ആൾക്കാർ പുറത്തേക്ക് വരാൻ പോകുക. പ്രകടമാകാത്ത ജീവൻ നിർജീവനാ. ഈ രാത്രി എന്നിൽ കൂടെ അത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ ആമീൻ പറഞ്ഞാട്ട് ആയിരങ്ങൾ 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 സ്തോത്രം. ഇവിടെ വിടുതലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ, പ്രസംഗത്തിന്റെ പകുതിയായിട്ട് പക്ഷെ നിർത്താൻ പോകുകയാണ്. ഒരു വാക്കൂടെ വായിച്ചിട്ട് ഇത് കഴിയുമ്പോൾ ദൈവമക്കൾ ഒന്ന് ആരാധിക്കാൻ പോകുകയാണ്. മുന്നോട്ട് അല്പസ്ഥലമുണ്ട്. ആർക്കെങ്കിലും വരണമെങ്കിൽ വന്ന് പ്രാർത്ഥിക്കും. മുന്നോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് വരാൻ. സ്തോത്രം.
അടുത്തായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 15:45 വാക്യം. ഈ ജീവൻ എങ്ങനെ പ്രകടമാകുന്നേ? 1 കൊരിന്ത്യർ 15:45. സ്തോത്രം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജീവൻ ഉള്ള ദേഹിയായി തീർന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഇന്ന് രാത്രി 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് ജീവനുള്ള ദേഹി, മറ്റേ ജീവിപ്പിക്കുന്ന ആത്മാവ്. സ്തോത്രം. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെട്ടെന്ന് തീരുമാനിച്ചോണം. ഒന്ന് ജീവനുള്ളത്, മറ്റേ ജീവിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിൾ പറയുക, നിങ്ങൾക്ക് ഒന്നാം ആദാമിന്റെ 47 വാക്യം. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവർക്ക് സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ. എന്താണ് മണ്ണുകൊണ്ടുള്ള പ്രതിമ? ജീവനുള്ള ദേഹി. സ്തോത്രം. ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. എന്തോ സ്വർഗീയ പ്രതിമ എന്നറിയുമോ? ജീവിപ്പിക്കുന്ന ദേഹി. ഈ രാത്രി നിങ്ങൾ അകത്ത് വ്യാപരിക്കുന്നത് വെറും ജീവൻ കൊടുക്കുന്ന ജീവൻ മാത്രമല്ല, ജീവിപ്പിക്കുന്ന അഭിഷേകം. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാപിച്ചോ. ജീവിപ്പിക്കുന്ന അഭിഷേകം, ജീവിപ്പിക്കുന്ന ശക്തി, ജീവിപ്പിക്കുന്ന സാന്നിധ്യം, ജീവിപ്പിക്കുന്ന ആത്മനദി വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ പുറപ്പെടും. സ്തോത്രം. Get ready. Oh, Radha. ഓ ദൈവത്താൽമേനെ കാഴ്ച കാണിക്കും. ഈ ജീവിപ്പിക്കുന്ന അഭിഷേകം, ജീവിപ്പിക്കുന്ന രണ്ടാം ആദാമിന്റെ ജീവനാണ് എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഉറപ്പുള്ള ദൈവമക്കൾ. അവിടെ ശരീരത്തെ തന്നെ തൊട്ടാൽ ആ ജീവൻ വെളിപ്പെടാൻ പോകുകയാ. സ്തോത്രം. മർത്യ ശരീരത്തിൽ ആ ജീവൻ വെളിപ്പെടും. നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്ത് ഇന്നത്തെ ജീവൻ വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ മരണത്തിന് ആത്മാവ് വിട്ടുമാറട്ടെ. ശുശ്രൂഷയിൽ മരണമിട്ട, സാമ്പത്തിക വിഷയത്തിൽ മരണമിട്ട, കുടുംബത്തിൽ മരണമിട്ട ദുരാത്മ ശക്തി രാത്രി വിട്ടുമാറട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ ശക്തി വ്യാപരിക്കുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. In the name of Jesus. Power. ജീവന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ.
സമയമെടുക്കാൻ പോകുക. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകും. ഈ രാത്രി പുത്രനുള്ളവർക്ക് പിതാവിൻ്റെയും പുത്രന്റെയും ജീവൻ, അതിരില്ലാത്ത ജീവൻ, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ജീവൻ നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി വെറും ഒന്നാം ആദാമല്ല, രണ്ടാം ആദാമിന്റെ ജീവൻ. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ നിങ്ങളുടെ വയറ്റിലേക്ക് കൈകൾ വെച്ചാട്ടെ. സ്തോത്രം. നെഞ്ചിലേക്ക് വയറ്റിലേക്ക് എന്നിട്ട് വിളിച്ചു പറ, എൻ്റെ അകത്തൊഴുകുന്നത് ക്രിസ്തുവിന്റെ ജീവനാണ്. മർത്യ ശരീരത്തിൽ എൻ്റെ അവയവങ്ങളിലേക്ക് ആ ജീവൻ വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ജീവൻ വ്യാപരിക്കുമ്പോൾ രോഗാത്മാ വിട്ടുമാറും, ശാരീരിക ശക്തികൾ വിട്ടുമാറും. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗാത്മാക്കൾ ജനത്തെ വിട്ടുമാറട്ടെ. അസ്ഥികളുടെ വേദനകൾ മാറട്ടെ, നരമ്പ് രോഗങ്ങൾ മാറട്ടെ, മാനസിക രോഗങ്ങൾ മാറട്ടെ, ക്യാൻസർ മാറട്ടെ, ട്യൂമറുകൾ സൗഖ്യമാകട്ടെ, ഉദര രോഗങ്ങൾ മാറട്ടെ, ആന്തരിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ, മുഴം കാലുകൾ ബലപ്പെടട്ടെ, തലവേദനകൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഓ നന്ദി രാജാവേ. ഇപ്പോൾ എൻ്റെ അകത്തുള്ള ജീവൻ വെളിച്ചമായിട്ടും ജീവിപ്പിക്കുന്ന ജീവനായിട്ടും പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഓ നിൽക്കുന്ന നിൽപ്പിൽ കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങൾ കാല് ചവിട്ടുന്ന സ്ഥലത്ത് ജീവനുമായിട്ട് മാത്രമല്ല വെളിച്ചമായിട്ട് ഇത് വ്യാപരിക്കാൻ പോകുക. വെളിച്ചമുള്ളിടത്ത് ഇരുള്, എത്ര വലിയ ഇരുളാണെങ്കിലും ഇത് വെളിച്ചത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും പേര് നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നിയാൽ ആളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഒരു കുടുംബത്തോട് പ്രാർത്ഥിക്കാൻ തോന്നിയാൽ ആ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ പിടിച്ച് പ്രാർത്ഥിക്കാൻ തോന്നിയാൽ അപ്രകാരം ചെയ്താട്ടെ. ഇന്ന് രാത്രി ജീവൻ പുറപ്പെടുക. ദൈവമക്കളുടെ ശബ്ദം മാത്രം ഇവിടെ ഉയരട്ടെ, ശബ്ദം മാത്രം ഇവിടെ ഉയരട്ടെ. സുവിശേഷ വേലയുടെ അഭിഷേകം. ഇരുട്ടിൽ കിടക്കുന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ സ്പർശനത്തിന് മുൻപിൽ in the name of Jesus. ജീവനുള്ള ദൈവമക്കൾ ഒരു മിനിറ്റേക്കൊന്ന് പ്രകടിപ്പിക്കാമോ? വായിൽ കൂടെ അധികാരത്തോടെ